ആലത്തൂരിൽ ദേശീയ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം ആരംഭിക്കുന്ന സുസ്ഥിര കൃഷി വികസന പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. വിവിധ ആധുനിക കൃഷിരീതികൾ അവലംബിച്ചുള്ള പദ്ധതികളുടെ നിർമ്മാണത്തിനാണ് ആലത്തൂർ സ്റ്റേറ്റ് ഫാമിൽ തുടക്കം കുറിച്ചത്. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. പുതിയ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം KD പ്രസന്നൻ MLA നിർവഹിച്ചു. കൃഷി വകുപ്പ് പൂർവ്വകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി അഹോരാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വകുപ്പായി കൃഷി വകുപ്പ് മാറി. അതിലെല്ലാം നമ്മുടെ അനുഭവത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മണ്ഡലത്തിൽ എല്ലാ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരമൊരു ടീം കൂടി നമുക്കുണ്ടായപ്പോൾ ഏത് പദ്ധതി ഏറ്റുവാങ്ങാനും നമുക്ക് കഴിയും എന്ന് നമുക്ക് തെളിയിക്കാൻ വേണ്ടി കഴിയും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ഗവൺമെൻറ് ശുപാർശ ചെയ്യുന്ന പദ്ധതികൾക്കാണ് കേന്ദ്ര ഫണ്ടുകൾ ലഭിക്കുക. കേന്ദ്ര ഫണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാണ്. കേന്ദ്ര പദ്ധതിയായി പ്രഖ്യാപിക്കപ്പെടുന്ന പദ്ധതിയുമാണ് RKVY. പക്ഷേ പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും അതിനാവശ്യമായ ശുപാർശ നൽകുക, ഇതെവിടെ നടപ്പാക്കണം എന്ന് തീരുമാനിക്കുക സംസ്ഥാന ഗവൺമെൻറ്റാണ്. അദ്ദേഹം വളരെ സജീവമായിട്ട് പാടശേഖര സമിതിയും കർഷകരെയും ഒക്കെ പ്രതിനിധാനം അവർ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയാണ്. പച്ചക്കറിയും നെല്ലും എല്ലാം അരവേട്ട എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അരവിന്ദ. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് ആലത്തൂരിലെ സ്റ്റേറ്റ് ഫാം പ്രവർത്തിക്കുന്നത്. യന്ത്രവൽക്കരണം, വിത്ത് സംസ്കരണത്തിനായി ആധുനിക സാങ്കേതിക വിദ്യ, ഫലവൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി പോളി ഹൌസുകൾ, കർഷകർക്ക് ആധുനിക പരിശീലന കേന്ദ്രം, വളങ്ങളുടെ ഉൽപ്പാദനം തുടങ്ങിയവ ഫാമിൽ സ്ഥാപിക്കും. 2 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും. കർഷക ദിനത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ആലത്തൂർ സ്റ്റേറ്റ് സീഡ് ഫാം സീനിയർ കൃഷി ഓഫീസർ MV രശ്മി സ്വാഗതം പറഞ്ഞു. പാലക്കാട് ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആർമുഖ പ്രസാദ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PC നീതു, PM ഹരി, ചന്ദ്രൻ പരിവായ്ക്കൽ, ശശിധരൻ പൂങ്ങോട് എന്നിവർ പ്രസംഗിച്ചു.